ഫോർ ഫ്രെയിംസിൻ്റെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? See, because four frames basically ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എഡിറ്റ് സൂട്ട്സും ഡോൾബി മിക്സിംഗ് തിയേറ്റർ ആയിട്ടാണ്. ദെൻ വി ഹാവ് വൺ മോർ ഡബിങ് തിയേറ്റർ. ദെൻ ഫോർ ഫ്രെയിംസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തിയേറ്റേഴ്സ് ഉണ്ട്. ഫോർ ഫ്രെയിം റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡിംഗ് തിയേറ്റർ ഉണ്ട്. ആൻഡ് ഫോർ ഫ്രെയിം പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് പ്രൊഡക്ഷൻ ഉണ്ട്. കംപ്ലീറ്റ് പ്രൊഡക്ഷൻ. അതായത് ബേസിക്കലി ഞാൻ പറയും, നമുക്ക് വാട്ട് എവർ ഐ ഹാവ് മെയ്ഡ് ഫ്രം സിനിമ ഐ ഹാവ് ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ സിനിമ. കാര്യം വെച്ചാൽ അറിയാവുന്ന ഒരു ബിസിനസ് ചെയ്യുന്നതാണ്, അറിയാത്ത കാര്യം ബിസിനസ്സിൽ പോയിട്ട് വേസ്റ്റ്. മാത്രമല്ല ഐ ആം എൻജോയിങ് ഇറ്റ്. ചെന്നൈയിൽ ഒരു സ്വന്തം ഒരു തിയേറ്റർ വേണം എന്നൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമല്ല, ഈ തിയേറ്ററിൽ നിന്ന് തന്നെ ഈ മാനേജർ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചു പോയതാണ്. ഇതൊന്നും ഒരിക്കലും നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊന്നുമല്ല. I thank God for all these things. So where is this thin line between copying and inspiration? It's a very good question because, for example, എനിക്ക് ധൈര്യമായിട്ട് പറയുന്നതാണ്, അതായത് വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ അഡാപ്റ്റേഷനാണ് ചന്ദ്രലേഖ. പക്ഷേ വൈൽ യു ആർ സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സീനും ഇതിനകത്തില്ല. ഒരു തോട്ട്, അതായത് ഒരു പെൺകുട്ടി, ഒരാള് പാരലൈസ്ഡ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കിടന്നിട്ട് ദിവസം കാണുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണെന്ന് നാട്ടുകാർ വിചാരിക്കുക. ഐ മീൻ അയാളുടെ ഫാമിലി തെറ്റിദ്ധരിക്കുക. ഇത് ചന്ദ്രലേഖയുടെ കഥയല്ല. ബട്ട് ഇൻസ്പിറേഷൻ ഹസ് ഹാപ്പൻ ഫ്രം ദം. ബട്ട് ഇഫ് യു ആർ ടേക്കിംഗ് ഫ്രെയിം ടു ഫ്രെയിം, ഇറ്റ് ഈസ് കോപ്പി. ബോളിവുഡിലെ ഒരു പ്രോജക്റ്റിനെ ഒരു ആക്ടറിനെയോ ആരെങ്കിലും സമീപിക്കുമ്പോൾ യു ആർ ഡിപ്ലോമാറ്റിക്കലി ആരഗന്റ് എന്ന്. Yeah. Are you still diplomatically arrogant? No, I have to be because not only Bollywood, any project you have to be diplomatically arrogant. Sometimes you have to be diplomatically arrogant to Malayalam stars also. ബില്ലു ബാർബർ, ലൈക്ക് ഷാറുഖ് ഖാൻ ബീങ് നോൺ ആസ് ഏത് സിനിമയ്ക്കും ഭയങ്കര ഇന്റർഫിയറൻസ് ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്. No, അങ്ങനെ ഒരു ധാരണ എനിക്കില്ല. എന്നെ സംബന്ധിച്ച് യാതൊരു കാര്യത്തിലും പുള്ളി ഇന്റർഫിയർ ചെയ്തിട്ടില്ല. Only thing he told me is I want my film to look big because കഥ പറയുമ്പോൾ എന്തോന്നോ സിനിമ കണ്ടിട്ട് പറഞ്ഞു, ഇത് ശരിയാവില്ല, ഇത് എന്തോന്നോ ഡോക്യുമെൻ്ററി മാതിരി ഉണ്ട്. എനിക്ക് എൻ്റെ സിനിമ ഐ ഡോണ്ട് മൈൻഡ് ഹൗ മച്ച് മണി യു സ്പെൻഡ്, പക്ഷേ എൻ്റെ സിനിമയ്ക്കുള്ള ക്യാൻവാസ് വലുതായിരിക്കണം, അതിന് ഗ്രാൻഡിയർ വേണം, ഈ കോൺസെപ്റ്റ് എടുക്കേണ്ട, അതുകൊണ്ട് ഈ സ്ക്രീൻ പ്ലേയെ മറന്നേക്കുമെന്ന് പറഞ്ഞു. So that I did. I actually, if you see Billu Babar, it's a very huge film. And ഈ സിനിമയോടുള്ള അട്രാക്ഷൻ ആദ്യമേ വരുന്നത് നിങ്ങളുടെ പൂജപ്പുരയുള്ള കാലഘട്ടങ്ങളായിരിക്കും അല്ലേ? ഇല്ല, എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതായത് ഞാൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിച്ച് സിനിമയ്ക്ക് പോയിരുന്നു. കാര്യം വെച്ചാൽ ദൈവം പിടിച്ചറിഞ്ഞിട്ട് വിട്ടതാണോ എന്താണെന്നറിയില്ല. പക്ഷേ ബേസിക്കലി എനിക്ക് സിനിമയോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ സിനിമ കാണാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഒരിക്കലും സിനിമ കാണാൻ വിടത്തില്ല. പിന്നീടുള്ള ഏറ്റവും ഇഷ്ടം അമ്പലപ്പുഴയ്ക്ക് പോവുകയാണ് വെക്കേഷന്. അപ്പം അവിടെ പോയ ആരും അച്ഛനും അമ്മയൊന്നും ചോദിക്കാനില്ല, കസിൻസും അവരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ സിനിമകളാണ് അന്ന്. അപ്പം നമ്മുടെ സ്റ്റേഷനിൽ വന്ന് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ സിനിമ വരുന്നത്. അപ്പോൾ ഈ സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം, ഇതാണ് ഇതിൻ്റെ കഥ എന്ന്. പിന്നെ പോയി കാണാം. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, അവിടെയാണ്. അതാണ് എൻ്റെ സിനിമ പാഠശാല എന്ന് പറഞ്ഞ തുടക്കം. കണ്ട സിനിമകൾ ഓർമ്മയുണ്ടോ? എനിക്ക് എല്ലാ സിനിമകളും ഏത് തിയേറ്ററിൽ ഞാൻ എന്ന് കണ്ടു എന്ന് ഓർമ്മയുണ്ട്. അമ്മയെ കാണാൻ, കാവ്യമേള, ലങ്കാദഹനം, ഐ റിമെമ്പർ ഓൾ ദീസ് ഫിലിംസ്. നിങ്ങളെല്ലാവരും ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ അവിടെ പൂജപ്പുര. ഒരു ശ്യാമളാലയം എന്നൊരു വീടിന്റെ മതിലിന്റെ മുകളിലായിരുന്നു നിങ്ങൾ എല്ലാവരും ഇരുന്നിരുന്നെന്ന് പറഞ്ഞു. ആ മതിലിന് മുകളിൽ ഇരുന്നവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബേസിക്കലി ആ മതിലും ട്രിവാൻഡ്രം കോഫി ഹൗസും. കോഫി ഹൗസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒരു കൂട്ടം ആളുകൾ രാവിലെ തല്ല വഴക്ക് ഗുണ്ടായിസം. ഇനി ഒരു കൂട്ടം ആൾക്കാരെന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ കോൺവെർസേഷൻ, ദേ ആർ ഓൾ എഡ്യൂക്കേറ്റഡ്. അതിൽ നിന്ന് പലരും ഇന്ന് ജിജി തോമസിന് ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് കളക്ടേഴ്സും ഒക്കെയാണ്. പിന്നീട് വേറൊരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മ്യൂസിക്, ഇംഗ്ലീഷ് മ്യൂസിക്, അങ്ങനെയുള്ള സംഭവത്തിലുള്ള ബാൻഡ് ട്രൂപ്സ് അങ്ങനെ. സോ ഈച്ച് ടൈം ഐ യൂസ് ടു ഷിഫ്റ്റ് ഫ്രം വൺ സെക്ഷൻ ടു അതർ. ഇതൊരു ഭയങ്കര നോളജാണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആൻഡ് ഹൗ ദേ ഓപ്പറേറ്റ്. ഇതൊക്കെ പിന്നീടുള്ള സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളിൽ കൂടെ നമുക്ക് പഠിക്കാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ബാക്കി മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേട്ടും കണ്ടും അറിഞ്ഞും വേണം നമുക്ക് പഠിക്കാൻ. ആ കോഫി ഹൗസ് അന്നത്തെ കോഫി ഹൗസ് അവിടെ ഇല്ല. ഇല്ല, അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ആ കോഫി ഹൗസിൽ പോയിരുന്നു. ഭയങ്കര ഡിസപ്പോയിന്റ് ആണ്. അതെ. അപ്പോൾ നിങ്ങളുടെ ഈ പഴയ ഗ്യാങ് ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ടാവുമല്ലോ, ലാലും സുരേഷും? ഇപ്പോഴുള്ള അങ്ങനെയുള്ള ഗെറ്റ് ടുഗദർ ഒന്നും ഇല്ല അങ്ങനെ. പക്ഷെ പലരും പലയിടത്തും വെച്ച് ഒരേ കൂടുതൽ പേരും ഒരേ പ്രൊഫഷണൽ ആയതുകൊണ്ട്
കണ്ടുമുട്ടും. പക്ഷേ ചില ആളുകളുണ്ട്, ഇങ്ങനെ സക്കറിയ അങ്ങനെയൊക്കെയുള്ള ചില കൂട്ടുകാരുണ്ട്, അവരെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടി വരും. അവരൊന്നും ഈ പ്രൊഫഷനിൽ ഇല്ലാത്തവരെ സെപ്പറേറ്റ് ആയിട്ട് പലപ്പോഴും കാണും. അച്ഛൻ ലൈബ്രറിയൻ ആയിരുന്നുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ആദ്യകാലത്ത് വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? അന്ന് വായിച്ചത് കൊണ്ടാണ് ഇന്നും സർവേ ചെയ്യുന്നത്, അല്ലാണ്ട് ഇന്നൊന്നും വായിക്കാറില്ല. അന്നത്തെ പലിശയാണ്. അതെ, അന്നത്തെ പലിശ കൊണ്ടാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത്. അന്ന് അച്ഛനും അമ്മയും ഇങ്ങനെ സിനിമയിലേക്ക് പോകുന്ന ക്രിക്കറ്റർ ആവണമെന്നുള്ള ആദ്യത്തെ ആഗ്രഹം? അതെ, ഐ വാസ് നോട്ട് എ ഗ്രേറ്റ് ക്രിക്കറ്റർ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ കറക്റ്റ് ബോള് ബാറ്റ് കൊള്ളുന്നതിന് പകരം കണ്ണി കൊണ്ടത്. സിസ്റ്റർ ഇസ് എ പ്രൊഫസർ. Yeah, my sister is English professor. ഭയങ്കര അറ്റാച്ച്മെന്റ് അങ്ങനെയാണോ? No, ഞാൻ കുട്ടിക്കാലത്ത് മുഴുവൻ സമയം വഴക്കായിരുന്നു. പിന്നീട് എനിക്ക് ഭയങ്കര കോംപ്ലക്സ്ഡ് ആയിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ. അതായത് ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഇന്ത്യൻ എക്സ്പ്രസ് നോവൽ വെൻ ഷി വാസ് യങ്. പോയട്രി എഴുതുമായിരുന്നു. ഞാനിതൊന്നും എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ തന്നെ. എന്നിട്ട് ഞാൻ ബ്രിട്ടീഷ് കൗൺസിലൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിൽ ബ്ലൈറ്റിനൊക്കെ അടുത്ത് വായിക്കാൻ തുടങ്ങും. കാര്യം വെച്ചാൽ ഐ വാസ് കോംപ്ലക്സ് ദാറ്റ് ഷീ കുഡ് സ്പീക്ക് ആൻഡ് റൈറ്റ് ബെറ്റർ ഇംഗ്ലീഷ് ദാൻ മീ. എൻ്റെ അച്ഛൻ എന്തായാലും എന്നെ ആദ്യകാലത്തൊരു ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി ആയിട്ട് വെച്ചിരുന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ സിനിമയിൽ വന്ന ശേഷമാണ് ഞാനും അച്ഛനും തമ്മിലുള്ള അടുപ്പം കൂടിയത്. അതിനു മുമ്പ് പുള്ളി വളരെ ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊരു അച്ഛനായിരുന്നു. അവിടെ ഇരിക്കും, ഞാൻ കൂടുതലും എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്മയോടാണ് പറയുന്നത്. എനിക്ക് അച്ഛനെ നല്ല ഭയങ്കര പേടിയായിരുന്നു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്നും പല കള്ളങ്ങളും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പലരും പറയും ഇത്ര വയസ്സായിട്ടും. പക്ഷെ അത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ആ ഭയം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് ഹി ടോൾഡ് മീ ഐ എം വെരി പ്രൗഡ് ഓഫ് യു, വിച്ച് ഐ നെവർ തോട്ട് ഐ വിൽ ഹിയർ ഇറ്റ് ഫ്രം ഹിം. അച്ഛനും തിരുവനന്തപുരത്ത് ചെന്നൈയിൽ വന്ന് താമസിക്കാറുണ്ടോ കൂടെ? ഇല്ല, ആദ്യകാലത്തൊക്കെ വരുമായിരുന്നു. ഇപ്പോൾ ആരോഗ്യം രണ്ടുപേരുടെയും അല്പം മോശമായതുകൊണ്ട് രണ്ടുപേരും അങ്ങനെ ട്രാവലിനോട് താല്പര്യമില്ല. ഫാമിലി നോക്കുകയാണെങ്കിൽ ലിസി ആക്ച്വലി സിംഗപ്പൂർ ആൻഡ് ചെന്നൈ ഷട്ടിലിംഗ് ആണ്. താങ്കൾ ചെന്നൈ ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡ്, ബോംബെ ടു ഡിഫറെന്റ് പാർട്സ് ഷട്ടിലിംഗ്. അപ്പോൾ എവിടെയാ ഈ ഫാമിലി മീറ്റിംഗ് പോയിന്റ് ആൻഡ് യുവർ റിലാക്സേഷൻ? എൻ്റെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഞാൻ പറയായിരുന്നു, നമ്മളെല്ലാം സാധാരണ ആൾക്കാർ തുടക്കകാലങ്ങളിലാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കേസ് നേരെ തിരിച്ചായി. ഇപ്പോഴാണ് ഹാർഡ് വർക്ക് കൂടിയിരിക്കുന്നത്. I have to finish 4, actually I have 8 Hindi films to finish in 2.5 years. Oh my God. And no more remakes. So അത് വീണ്ടും പേന എടുക്കേണ്ടി വരും, എഴുതേണ്ടി വരും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലുമൊക്കെ നല്ല സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഈ 8 പടം കവർ ചെയ്യാൻ അല്ലെങ്കിൽ വലിയ വിഷമമാണ്. So I am traveling most of the time. I live in suitcases. Actually I am ഒറ്റ മിസ്സേ ഉള്ളൂ. ഐ എം റിയലി മിസ്സിംഗ് മൈ ഫാമിലി. കുട്ടികൾ രണ്ടുപേരും സിംഗപ്പൂർ പഠിക്കുക? അതെ, രണ്ടുപേരും പഠിക്കുകയാണ്. ഓഫ് കോഴ്സ് വി ഹാവ് എ ഹൗസ് ദെയർ, ഐ ഹാവ് എ PR ദെയർ. പക്ഷേ ഇത് ജോലി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സിംഗപ്പൂരിലോട്ട് പോയി ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അതെ, അതുകൊണ്ട് അടുത്ത പടം അങ്ങോട്ട് വെച്ചു. How do you de-stress yourself? എങ്ങനെയാ ഒരു റിലാക്സേഷൻ? I don't get stressed, so I don't need a de-stress. ഞാൻ ഒരിക്കലും ടെൻഷൻ പിടിക്കുന്ന ഒരാളല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ദേഷ്യം പിടിക്കുന്ന ഒരാളല്ല. ദേഷ്യം പിടിക്കില്ല എനിക്ക്. അങ്ങനെ ദേഷ്യമൊന്നുമില്ല. അപ്പൊ പക്ഷേ ഹീറോയിൻസിനൊക്കെ ഭയങ്കര പേടിയല്ലേ? അത് ദൈവാദിനം കൊണ്ട് ഇങ്ങനെ ദൈവം ഒരു വൃത്തികെട്ട മോഹം തന്നുകൊണ്ട് പലരുടെ വിചാരം ഞാൻ ഭയങ്കര ആരോഗ്യനാണ്. അത് പക്ഷെ ഒരുപാട് സ്ഥലത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു സക്സസ്ഫുൾ മാൻ, there is a woman behind the camera. Definitely. So how is Lizzy connected to that? No, the best thing is she gives me a lot of liberty. ഞാൻ കഷ്ടപ്പെട്ട് എത്രയാണ് കഷ്ടപ്പെടുന്നത്, എൻ്റെ ഷെഡ്യൂൾസ്, ഒരുപാട് സ്വാതന്ത്ര്യം ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. സോ കാഞ്ചീപുരം കേരളത്തിൽ എന്നാ റിലീസ് ചെയ്യാം? ഈ 4 മേജർ ഫെസ്റ്റിവൽസ് കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ റിലീസ് ആലോചിക്കും. All the best, and you have to come back and with a golden bear and golden palm and hope so. അതൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും ഞാൻ വളരെ സംതൃപ്തനാണ് ഇതുവരെയുള്ള സിനിമയ്ക്ക് കിട്ടിയ അപ്രീസിയേഷൻ. All the best and thank you so much for your time.